എല്ലാവർക്കും നമസ്കാരം. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ അതേ ചൈതന്യത്തോടു കൂടി മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും ഐക്യരൂപേണയുള്ള പരാശക്തിയായും സങ്കല്പമുള്ള ഒരു ക്ഷേത്രം. കടും ശർക്കരയോഗം കൊണ്ടാണ് ഇവിടെ പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. 1000-ലേറെ വർഷം പഴക്കമുള്ള പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട നഗരത്തിന് സമീപമായി മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മലയാളപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം. പത്തനംതിട്ട നഗരഹൃദയത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നഗരം സന്ദർശിക്കുന്നവർക്ക് പൊതുവെ എത്തിച്ചേരാനും എളുപ്പമാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നാണിത്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ. മലയാളപ്പുഴ അമ്മ എന്ന് ഭഗവതി അറിയപ്പെടുന്നു. കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാളപ്പുഴ അമ്മ എന്ന് ഐതിഹ്യം. അതിനാൽ മൂകാംബികയിലേതുപോലെ തന്നെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപേണയുള്ള പരാശക്തി സങ്കല്പം തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിലുമുള്ളത്. പ്രതിഷ്ഠാ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഭദ്രകാളി ഭാവത്തിന് പ്രാധാന്യം വന്നതെന്നാണ് വിശ്വാസം. 5 മലകളുടെ ഭഗവതിയാണ് മലയാളപ്പുഴ അമ്മ എന്ന് പറയപ്പെടുന്നു. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. കടും ശർക്കരയോഗം കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർമ്മിച്ചിട്ടുള്ളത്. ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല ഉത്സവം ഇവിടെയും പ്രധാനമാണ്. ക്ഷേത്ര ഐതിഹ്യം ഇപ്രകാരമാണ്. ഉത്തര തിരുവിതാംകൂറിലുള്ള ഭക്തന്മാരായ 2 നമ്പൂതിരിമാർ സാക്ഷാൽ ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു. അവരുടെ ഒപ്പം സന്തത സഹചാരിയായ ഒരു ഭഗവതി വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം ഒരിക്കൽ നിങ്ങളുടെ കൈവശമുള്ള ദേവീ രൂപത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്ന് അവർക്ക് മൂകാംബിക ദേവിയുടെ അരുളപ്പാടുണ്ടായി അത്രേ. അവർ ക്ഷേത്ര ദർശനവും തീർത്ഥാടനവുമായി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. കാലം കടന്നുപോയി. പ്രായാധിക്യം കാരണം അവർക്ക് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര പറ്റാതെ വന്നപ്പോൾ മൂകാംബിക ഭഗവതി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകുകയും പ്രതിഷ്ഠയ്ക്ക് പറ്റിയ സ്ഥലം മലയാളപ്പുഴയാണെന്നും അവിടെ എത്തി തന്നെ ദർശിക്കുന്ന ഭക്തന്മാരുടെ എന്ത് ആഗ്രഹങ്ങളും സാധിപ്പിച്ചു നൽകാമെന്നും ദുഃഖനിവർത്തി വരുത്താമെന്നും അനുഗ്രഹിച്ചിരുന്നു അത്രേ. അങ്ങനെയാണ് അവർ മലയാളപ്പുഴയിൽ എത്തി ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ മലയാളപ്പുഴയിൽ എത്തിച്ചേർന്ന സമയം രാത്രി ആയതിനാൽ മൂകാംബിക ദേവി കാളിഭാവത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതി പ്രതിഷ്ഠ നടന്നത് എന്ന് പറയപ്പെടുന്നു. കാളി പ്രധാനമാണെങ്കിലും കൊടുങ്ങല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പോലെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന് 3 ചൈതന്യങ്ങളുടെയും ഐക്യരൂപമാണ് മലയാളപ്പുഴ അമ്മ. അച്ചക്കണ്ണാമല, ഉപ്പിടും പാറമല, ഊട്ടുപാറമല, ചെറുകുന്നത്തുമല, പുലിപ്പാറമല എന്നീ 5 മല ദൈവങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത്. അതിനാലാണ് 5 മലകളുടെ ദേവി എന്ന് ഭഗവതിയെ അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉപദേവതകളും വളരെയധികം പ്രത്യേകതകളുള്ളതാണ്. ശ്രീ പാർവതിയുടെ മടിയിലിരിക്കുന്ന രൂപത്തിലുള്ള ഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ചെറിയ കുട്ടിയുടെ രൂപത്തിലുള്ള ബാലഗണപതി സങ്കല്പമായതിനാൽ തന്നെ വിഘ്നങ്ങൾ അകറ്റുന്ന ഭഗവാൻ എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ സ്വയംഭൂവായ ശിവലിംഗമാണ്. ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഇത് സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന ഒരു കൊന്നമരത്തിൻ്റെ തണലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് പ്രത്യേക ക്ഷേത്രമില്ല. ശിവരാത്രി, ധനുമാസ തിരുവാതിര, പ്രദോഷ ദിവസങ്ങൾ എന്നിവ ഇവിടെ പ്രത്യേക പൂജകൾ നടത്തുന്നു. മൃത്യുഞ്ജയനും മംഗളകാരിയുമായ ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ ആയുസ്സും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നവനാണ് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതരം മുഹൂർത്തി പ്രതിഷ്ഠയുമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര മതിലിന് കിഴക്ക് ആൽമര ചുവട്ടിൽ മലമാട് സ്വാമി എന്ന പേരിലുമുണ്ട് ഒരു മലദൈവ സങ്കല്പം. വെറ്റില, അടയ്ക്ക, പുകയില എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നോക്കാം. രക്തപുഷ്പാഞ്ജലി, തൂണിയരി പായസം, കോഴിയെ നടക്കി വയ്ക്കൽ, ചുവന്ന പട്ട്, മഞ്ഞൾ അഭിഷേകം, നെയ്വിളക്ക്, അരി, നെല്ല്, പഞ്ചസാര തുടങ്ങിയവ പറനിറച്ച് നിവേദിക്കൽ എന്നിവയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. പൂക്കൾ, മഞ്ചാടിക്കുരു തുടങ്ങിയവയാണ് ദേവിക്ക് പ്രിയപ്പെട്ട കാണിക്കകൾ. തുടർച്ചയായി കുറഞ്ഞത് 9 ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യവും ദുഃഖമോചനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചിലർ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുന്നവരുമുണ്ട്. പൗർണമി, അമാവാസി, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവ നോക്കി ദർശനം നടത്തുന്നവരുമുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മലയാളപ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവം കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആരംഭിക്കുകയും 11-ാം ദിവസം ആറാട്ടോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. ക്ഷേത്ര സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഭക്തൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സാക്ഷാൽ മലയാളപ്പുഴ ഭഗവതിയെ നേരിട്ട് കാണാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.